ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ജിമ്മിലാണ്. അപ്പൊ ജിമ്മൊന്നും ഇതുവരെ ഓപ്പൺ ആയിട്ടില്ല. ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം വന്നതാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുമ്പോൾ തടി കുറയ്ക്കാനായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ഇടുന്നതായിരിക്കും. അപ്പൊ കാണാത്തവർക്ക് അത് ഒന്ന് ചെക്ക് ചെയ്യേണ്ടതാണ് കേട്ടോ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് തടി കൂട്ടാനായിട്ടുള്ളവർക്കായിട്ടുള്ള ഒരു ഡയറ്റ് പ്ലാൻ ആണ്. അപ്പൊ നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് കണ്ടു നോക്കാം അല്ലെ. ആദ്യം തന്നെ പറയാനുള്ളത് നിങ്ങളുടെ ഉറക്കമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യണം കേട്ടോ. കറക്റ്റ് ഒരു 6 to 7 hours ഒന്ന് കറക്റ്റ് ഉറങ്ങാൻ ശ്രമിക്കണം. അപ്പൊ നല്ലൊരു എഫക്ട് ചെയ്യും കേട്ടോ. ബോഡിയിൽ നല്ലൊരു എഫക്ട് ചെയ്യുന്ന പാർട്ടാണ് നമ്മുടെ ഉറക്കം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് ക്ലിയർ ആണ്. പിന്നെ സ്മോക്കിങ് പിന്നെ ഡ്രിങ്കിങ്, അത് രണ്ടും ഒഴിവാക്കാൻ ശ്രമിക്കണം. മാക്സിമം നിങ്ങൾ കുറച്ച് കൊണ്ടുപോകാം. അപ്പൊ പെട്ടെന്നൊന്നും ഒരാൾക്ക് ഒഴിവാക്കാൻ പറ്റില്ല കേട്ടോ. അപ്പൊ അതെല്ലാം നിങ്ങളുടെ ഹെൽത്തിന് നല്ലതായിട്ടുള്ളൊരു കാര്യമാണ്. ഓക്കെ, അപ്പോ നമ്മുടെ മെയിൻറ്റെയിൻ കലോറി, അപ്പൊ എല്ലാവർക്കും ഒരു മെയിൻറ്റെയിൻ കലോറി ഉണ്ടാവും ബോഡിക്ക്. അത് ആദ്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഈ ഒരു മെയിൻറ്റെയിൻ കലോറി എന്ന് പറയുന്നത് ഒരാൾക്ക് ഒരു എക്സാമ്പിൾ ഞാൻ പറയണം. ഒരു 2000 മെയിൻറ്റെയിൻ കലോറി ഉണ്ടെന്ന് വെച്ചോ. അപ്പൊ ഈ എത്ര കഴിച്ചാലും തടി വെക്കുന്നില്ലെന്ന് ചിലർ പറയുന്നുണ്ടാവും. അപ്പൊ ഈ 2000 കലോറി ഉള്ള ഒരാള്, മെയിൻറ്റെയിൻ കലോറി ഉള്ള ഒരാൾക്ക്, എല്ലാവർക്കും ഒരു മെയിൻറ്റെയിൻ കലോറി ഉണ്ട് കേട്ടോ. അപ്പൊ ഈ 2000 മെയിൻറ്റെയിൻ കലോറി ഉള്ള ഒരാൾ ഈ 2000 തന്നെ ആയിരിക്കും, ഈ കലോറി തന്നെ ആയിരിക്കും ഡെയിലി എടുത്തോണ്ടിരിക്കുന്നത്. ഓക്കെ, ഫുഡായിട്ട്. അപ്പൊ അവര് ഡെയിലി 2000 കൂടുതൽ എടുക്കുന്നില്ല. അതാണ് മെയിൻ കാരണം. അതുകൊണ്ടാണ് അവർക്ക് ഈ തടി വെക്കാത്തത്. മനസ്സിലായോ? ഈ 2000 മെയിൻറ്റെയിൻ കലോറി ഉള്ള ഒരാള് 2000 കൂടുതൽ കഴിച്ചെങ്കിൽ, ഒരു 2500 3000 കലോറി കഴിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അതിന്റെ ഒരു റിസൾട്ട് കിട്ടൂ. അതാണ് ഞാൻ പറഞ്ഞത്, മെയിൻറ്റെയിൻ കലോറിയെ കാട്ടി കൂടുതൽ നിങ്ങൾ കഴിക്കാൻ ശ്രമിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടൂ. അല്ലാതെ നിങ്ങൾ ഡെയിലി 2000 കലോറി ഉള്ള ഒരാള് 2000 കലോറി തന്നെ കഴിച്ചുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തില്ല. 2000 കലോറി കാട്ടി 2500 വെച്ച് കഴിക്കാൻ ശ്രമിക്കണം. ഞാൻ എന്തൊക്കെയാ കലോറി ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്, 3000 കലോറിയുടെ ഒരു ഡയറ്റ് പ്ലാൻ ആണ് ഇന്ന് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മെയിൻറ്റെയിൻ കലോറിയെ കാട്ടി കൂടുതൽ കലോറി കഴിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വെയിറ്റ് കൂട്ടാനും തടി വെക്കാനും സാധിക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ഒരു ഹെൽത്തി ബോഡിയാണ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക്, അല്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് ഈ മെയിൻറ്റെയിൻ കലോറിയെ കാട്ടി കൂടുതൽ കഴിച്ചാൽ നിങ്ങൾക്ക് ഓൾറെഡി തടി വയ്ക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹെൽത്തി ബോഡിയും പിന്നെ അതിന്റെ കൂടെ തന്നെ വെയിറ്റ് കൂട്ടണം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും വർക്കൗട്ട് ചെയ്യണം കേട്ടോ. വർക്കൗട്ട് ചെയ്യുന്നതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, എക്സസൈസ് ചെയ്യുന്നതിന്റെ ഒരു ഗുണം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് വിശപ്പുണ്ടാവും, മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യും. അങ്ങനെയൊക്കെ ചില ഗുണങ്ങളുണ്ട്. വിശപ്പുണ്ടാവും, മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യും. വിശപ്പുണ്ടാവും, നിങ്ങൾക്ക് ഓൾറെഡി തന്നെ നിങ്ങൾക്ക് കൂടുതൽ ക്വാണ്ടിറ്റി കഴിക്കാൻ നിങ്ങൾ എന്തായാലും ശ്രമിക്കാം. അപ്പൊ ഒരു ഹെൽത്തി ബോഡി വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സസൈസ് ചെയ്യുന്നത് നല്ലൊരു ഒരു ഘടകമാണ്. നമുക്ക് എന്തൊക്കെ കഴിക്കണം എന്നുള്ള ഒരു ഡൗട്ട് ആണല്ലോ നിങ്ങൾക്ക്. ഡെയിലി രാവിലെ എണീക്കുന്നത് മുതൽ രാത്രി ഉറങ്ങുന്ന വരെയുള്ള ഒരു 3000 കലോറിയുടെ ഒരു ഡയറ്റ് പ്ലാൻ ആണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പോ രാവിലെ എണീറ്റ് ഉടനെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ഉണ്ടോ, എണീറ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് ഒരു ഗ്ലാസ് പാലെടുക്കണം. ഓക്കെ, ഒരു ഗ്ലാസ് പാലും പിന്നെ ബദാം, ഒരു പഴം. ഈ ബദാം എന്ന് പറയുമ്പോൾ പഴം ഏത്തപ്പഴമാണ് കേട്ടോ. അപ്പം ഈ ബദാം എന്ന് പറയുമ്പോൾ കുതിർത്ത് കഴിക്കണം. കുതിർത്ത് കഴിക്കേണ്ടത് എങ്ങനെയാന്ന് വെച്ചാൽ, രാത്രി നിങ്ങൾ വെള്ളം ഒരു 6 ബദാം എടുക്കണം. തോനെയൊന്നും കഴിക്കരുത്. ഒരു 6 ബദാം എടുത്തിട്ട് 6 ബദാം രാത്രിയിൽ വെള്ളത്തിലിട്ട് വെക്കണം. അപ്പോഴത്തേക്ക് രാവിലെ ആകുമ്പോഴത്തേക്ക് തൊലി എടുത്ത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് അതാണ് കുതിർത്ത് കഴിക്കാന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ഗ്ലാസ് പാലായി ബദാമായി പിന്നെ ഒരു പഴമായി. പിന്നെ നമ്മൾ വരുന്നത് ബ്രേക്ക്ഫാസ്റ്റിലോട്ടാണ്. ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് ഇഡലി കഴിക്കാം. ഇഡലി, സാമ്പാർ, ചമ്മന്തി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കഴിക്കാം. പിന്നെ അതിനകത്ത് ദോശയും സാമ്പാർ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കറി കഴിക്കാൻ കേട്ടോ കൂടെ. അപ്പോൾ മെയിൻ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് പ്രോട്ടീൻ ഫുഡ് എടുക്കാൻ ശ്രമിക്കണം കേട്ടോ. ഈ കറിയിൽ നമുക്ക് പ്രോട്ടീൻ ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ പനീറുണ്ട്. പനീറൊക്കെ നല്ല കുറച്ച് ഫാറ്റ് കണ്ടന്റ് ഒക്കെ ഉള്ള ഒരു കാര്യമാണ് കേട്ടോ. അപ്പം പനീർ എടുക്കാൻ ശ്രമിക്കും. പനീറിന്റെ കറിയൊക്കെ നല്ലതാണ് കേട്ടോ. ദോശയുടെ പനീറോ ചപ്പാത്തിയുടെ പനീറോ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം നിങ്ങൾക്ക്. അപ്പോ ഇത് ദോശ ഇതൊന്നും കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ, ഈ ദോശ ഇഡലിയെ കഴിക്കാത്ത ആൾക്കാരാണെങ്കിൽ, നിങ്ങൾ 3 എഗ് ഉണ്ടല്ലോ, 3 മുട്ട ഓംപ്ലേറ്റും പിന്നെ അതിൻ്റെ കൂടെ ബ്രെഡും. ഓക്കെ, 3 എഗിന്റെ ഓംപ്ലേറ്റും അതിൻ്റെ കൂടെ ബ്രെഡും കൂടെ എടുക്കേണ്ടതാണ് ബ്രേക്ക്ഫാസ്റ്റ് ടൈം. ഓക്കെ, ബ്രേക്ക്ഫാസ്റ്റ് ടൈം. അത് കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ടൈം കഴിഞ്ഞ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ട് നിങ്ങൾ മിഡ് മീൽ വരും. ഓക്കെ, മിഡ് മീൽ ടൈം എന്ന് പറയുമ്പോൾ ഒരു 11 മണി കൂട്ടിക്കോ. ഈ മിഡ് മീൽ ടൈമിൽ നിങ്ങൾക്ക് ഒരു ഗ്ലാസ് പാലെടുക്കാം, ഒരു പഴവും എടുക്കാം. ഇല്ലെങ്കിൽ ബട്ടർ മിൽക്ക് ഉണ്ടല്ലോ, ബട്ടർ മിൽക്ക് കുടിക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. ഇതെല്ലാം ഒരുമിച്ചെടുക്കണമെന്നില്ല. ഇതിൽ ഏതെങ്കിലും ഒക്കെ ഒന്ന് എടുത്താൽ മതി. ഫ്രൂട്ട്സ് കഴിക്കാം, പാല് കുടിക്കാം. അപ്പൊ ഈ പാലിൻ്റെ കൂടെ ഒരു പഴം കഴിക്കാം. അപ്പോ പിന്നെ ഡ്രൈ ഫ്രൂട്ട്സ് എടുക്കാം. അതാണ് ഈ മിഡ് മീലിൽ. പിന്നെ ജ്യൂസ് എടുക്കാം. ഫ്രൂട്ട്സ് എന്തായാലും കഴിച്ചോ. ഫ്രൂട്ട്സ് ഐറ്റംസ് എന്ത് വേണമെങ്കിലും നിങ്ങൾ കഴിക്കാം. ഓക്കെ, അപ്പൊ മിഡ് മീലിന്റെ ടൈപ്പ്
മിഡ് മീൽ കഴിഞ്ഞു. പിന്നെ നേരെ വരുന്നത് നമ്മൾ ലഞ്ചിലോട്ടാണ്. അപ്പൊ ഇനി ലഞ്ചിലോട്ടാണ് പോകുന്നത്. അപ്പൊ ലഞ്ച് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇപ്പൊ വെജിറ്റേറിയനും നോൺ വെജിറ്റേറിയന്റെയും കാര്യം പറയാം. ഇപ്പൊ നിങ്ങൾ വെജിറ്റേറിയൻ ആണ് ഇഷ്ടമെങ്കിൽ, നോൺ വെജ് ഇഷ്ടമല്ല എങ്കിൽ നിങ്ങൾക്ക് 3 ചപ്പാത്തിയും പിന്നെ അതുപോലെ തന്നെ കറി എന്ന് പറയുമ്പോൾ പനീർ കറി, കടലക്കറി അതൊക്കെ യൂസ് ചെയ്യണം. പനീർ ആണ് കുറച്ചുകൂടെ ബെസ്റ്റ്. കടലക്കറി, അങ്ങനത്തെ സോയാബീൻ കറി അതൊക്കെ യൂസ് ചെയ്യാം. പിന്നെ അതിന്റെ കൂടെ തന്നെ നിങ്ങൾ വെജിറ്റബിൾസ് എടുക്കുന്ന ബെറ്റർ ആയിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഒരു നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ അതുപോലെ ചപ്പാത്തി യൂസ് ചെയ്യാം. അതുപോലെ പിന്നെ റൈസ് എടുക്കാം. റൈസിന്റെ കൂടെ ചിക്കൻ ബോയിൽഡ് ചെയ്ത് കഴിക്കാം, ചിക്കൻ കഴിക്കാം, പിന്നെ എഗ്ഗ് കഴിക്കാം. പിന്നെ കറി ഇതുപോലെ തന്നെ നമ്മുടെ കടലക്കറി, സോയാബീൻ കറി, അതുപോലെ നമ്മുടെ നേരത്തെ പറഞ്ഞ നമ്മുടെ പനീർ കറി അത് യൂസ് ചെയ്യാം. പിന്നെ തൈര് യൂസ് ചെയ്യാം. തൈര് ഇതിനകത്തും വരും കേട്ടോ, വെജിറ്റേറിയനിലും തൈര് യൂസ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇത്രയാണ് നമ്മുടെ ലഞ്ചിൽ വരുന്നത്. അപ്പൊ എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു മെയിൻറ്റെയിൻ കലോറിയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അത് സർപ്ലസ് ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വെയിറ്റ് കയറത്തുള്ളൂ. നിങ്ങളുടെ മെയിൻറ്റെയിൻ കലോറി തന്നെ കണ്ടിന്യൂ ചെയ്യാതെ നിങ്ങൾക്ക് ഒരിക്കലും റിസൾട്ട് കിട്ടത്തില്ലുണ്ടോ. അപ്പൊ അതിൽ അപ്പ് ചെയ്യാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കണം. അപ്പൊ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. ഒരു 50% നിങ്ങൾ വെയിറ്റ് ഗെയിൻ ചെയ്യുന്ന ഒരാൾ, വെയിറ്റ് കൂട്ടാൻ താല്പര്യമുള്ള ഒരാൾ 50% കാർബ്സ് ഫുഡ് കൊടുക്കണം. പിന്നെ 30% പ്രോട്ടീൻ ഫുഡ്, 20% ഫാറ്റ് ഫുഡ്. ഇത് നമുക്ക് ലീൻ ബൾക്ക് ആക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഡേർട്ടി ബൾക്ക് 2 സെക്ഷൻ ഉണ്ട് കേട്ടോ. ലീൻ ബൾക്കും ഡേർട്ടി ബൾക്കും ഉണ്ട്. ഡേർട്ടി ബൾക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഫാറ്റ് കയറി നിൽക്കുന്ന ഒരു ടൈമാണ് നമുക്ക് ഈ ഡേർട്ടി ബൾക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് നമുക്ക് ഫാറ്റ് കണ്ടന്റ് കൊടുക്കാതെ എക്സസൈസ് ഒക്കെ ചെയ്ത് നല്ല പ്രോട്ടീൻ ഫുഡൊക്കെ കൊടുക്കുവാണ് നിങ്ങൾക്ക് ഒരു ലീൻ ബൾക്ക് ആക്കി എടുക്കാം. മനസ്സിലായോ? പിന്നെ നമുക്ക് ഡേർട്ടി ബൾക്ക് ആക്കുവാണെങ്കിൽ പിന്നെ നിങ്ങൾ ഫാറ്റ് കുറയ്ക്കാനായിട്ട് കിടക്കണം. ഇതാകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ബോഡിയിൽ മസിൽസ് കൂടുതലായിരിക്കും, ഫാറ്റ് കുറവായിരിക്കും. മനസ്സിലായില്ലേ? അപ്പൊ എപ്പോഴും അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കണം. ഞാൻ ഇപ്പൊ പറഞ്ഞത് ഡയറ്റ് നിങ്ങൾ ക്വാണ്ടിറ്റി, നിങ്ങളുടെ കലോറി കൂട്ടി കഴിച്ചെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞൊരു മെയിൻറ്റെയിൻ കലോറി ഇപ്പൊ പറഞ്ഞ ആ ഒരു ഡയറ്റ് നിങ്ങൾ പ്രോപ്പറായി ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടത്തുള്ളൂ. നിങ്ങൾ എപ്പോഴും നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ക്വാണ്ടിറ്റി തന്നെ കഴിച്ചുകൊണ്ടിരുന്നത് നിങ്ങൾക്ക് ഇപ്പൊ പറഞ്ഞ ഫുഡാണെങ്കിൽ തന്നെ നിങ്ങൾ കഴിക്കുന്ന ആ ചെറിയ ഒരു ക്വാണ്ടിറ്റി ആയിരിക്കും കഴിക്കുന്നത്. നിങ്ങൾക്ക് വിശപ്പുണ്ടാകത്തില്ല. അപ്പൊ കുറച്ച് ലൈറ്റായിട്ട് എക്സസൈസ് ചെയ്യാത്ത ഒരാളാണെങ്കിൽ എക്സസൈസ് ചെയ്ത് തുടങ്ങുക. ലൈറ്റായിട്ടൊക്കെ എക്സസൈസ് ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല വിശപ്പുണ്ടാകും. അതുകൊണ്ട് നല്ല മെറ്റബോളിസം ഇൻക്രീസ് ചെയ്യും. വിശപ്പ് ഉണ്ടാകുമ്പോൾ തന്നെ നിങ്ങൾ ക്വാണ്ടിറ്റി കൂട്ടി കഴിക്കാൻ ശ്രമിക്കും. അപ്പൊ ക്വാണ്ടിറ്റി കൂട്ടി കഴിക്കാൻ ശ്രമിക്കുക. അപ്പോ ഇത്രയൊക്കെ ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഈവനിങ് സെക്ഷനിലോട്ട് പോകാം. ഈവനിങ് സെക്ഷൻ ലഞ്ച് കഴിഞ്ഞ് ഈവനിങ് സെക്ഷൻ ആട്ടോ. ഈവനിങ് സെക്ഷൻ നിങ്ങൾക്ക് പാല് കുടിക്കാം, ചായ കുടിക്കാം, കോഫി കുടിക്കാം, എന്തും കുടിക്കാം കേട്ടോ. എന്നിട്ട് അതിന്റെ കൂടെ തന്നെ നമ്മുടെ ബിസ്ക്കറ്റ്സ് എടുക്കാം, പീനട്ട് എടുക്കാം. പീനട്ട് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ നമുക്ക് എടുക്കാം. ഇത് കഴിഞ്ഞിട്ട് നേരെ വരുന്നത് നമ്മള് ഒരു മിഡ് ഈവനിങ് സെക്ഷൻ എന്ന് പറയുമ്പോൾ ഇപ്പം മിഡ് മീൽ എന്ന് പറയുന്ന പോലെ ഒരു മിഡ് ഈവനിങ് സെക്ഷൻ ഉണ്ട്. അതൊരു 4 മണിക്ക് അങ്ങനെ ചായ കുടിക്കുന്നത് ഒരു 6 മണിക്ക് ഈ മിഡ് ഈവനിങ് സെക്ഷൻ കൊടുത്താൽ മതി. അപ്പൊ അവിടെ ഒരു ഗ്ലാസ് പാലെടുക്കാം. ഇതേപോലെ ബദാം എടുക്കാം. ബദാം കുതിർത്ത് വെച്ചേക്കുന്നത്. അപ്പോ അത് ഒരു 6 കഴിക്കാം. ഒരു ഗ്ലാസ് പാല്, അതേപോലെ തന്നെ പഴം കഴിക്കാം. ഓക്കെ, ഇത്രയും മിഡ് ഈവനിങ് സെക്ഷനിൽ വെച്ചേക്കാം. എന്നിട്ട് പീനട്ട് കൂടെ കഴിച്ചു കേട്ടോ. അപ്പോൾ കുറച്ച് റോസ്റ്റഡ് പീനട്ട് ഉണ്ടല്ലോ, അത് കഴിക്കാം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും വരുന്നത് ഡിന്നറിലോട്ടാണ്. അപ്പൊ ഡിന്നർ എന്ന് പറയുമ്പോൾ ഞാൻ ലഞ്ച് പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് അതേ ഒരു മെയിൻ നിങ്ങൾക്ക് അത് കണ്ടിന്യൂ ചെയ്യാം. ഒരു 3 ചപ്പാത്തി, ഓവറായിട്ട് വേണ്ട, ഒരു 3 ചപ്പാത്തി, പനീർ കറി. ഓക്കെ, വെജിറ്റേറിയൻ ആണ്. അപ്പൊ നോൺ വെജിറ്റേറിയൻ ആണെങ്കിൽ റൈസ് എടുക്കാം കേട്ടോ. റൈസ്, പനീർ കറി. വെജിറ്റേറിയൻ ആണെങ്കിൽ അപ്പോൾ അതുപോലെ തന്നെ പനീർ തന്നെ എടുക്കണമെന്നില്ല. നിങ്ങൾക്ക് സോയാബീൻ കറി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കറി എടുക്കാം. ഓക്കെ, അപ്പോൾ മീൻകറിയൊക്കെ കഴിക്കുന്നത് നല്ലതായിരിക്കും. മീന് അപ്പോൾ കുറച്ച് നല്ല ക്വാണ്ടിറ്റി, വലിയ മീനൊക്കെ നോക്കിയിരിക്കുമ്പോൾ അതിനകത്ത് പ്രോട്ടീൻ കണ്ടന്റ് ഒക്കെ കൂടുതലായിരിക്കും. അപ്പൊ ചെറിയ മീനല്ല, വലിയ മീനൊക്കെ. അപ്പോ ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ മീനൊക്കെ കിട്ടാൻ വലിയ പാടായിരിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ മാക്സിമം പനീർ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കടലക്കറി, പനീർ. ഓക്കെ, അപ്പൊ പിന്നെ ഇനിയിപ്പോ നോൺ വെജ് വരുമ്പോഴത്തേക്കും നോൺ വെജിലെ റൈസ് വെജിറ്റേറിയനിൽ റൈസ് കഴിക്കാൻ കേട്ടോ. നോൺ വെജിൽ റൈസ് വരുന്നു എന്നല്ല. അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് ചോറിന്റെ കൂടെ ചിക്കൻ കഴിക്കാം, എഗ്ഗ് കഴിക്കാം. ചിക്കൻ ബോയിൽഡ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. എന്ന് വെച്ചാൽ മസിൽ കുറച്ചുകൂടെ ഇമ്പ്രൂവ് ചെയ്ത് വരും. അപ്പോ പിന്നെ അതുപോലെ തന്നെ മുട്ട, എഗ്ഗ് ബോയിൽ ചെയ്ത് കഴിക്കാം. ചോറ് ചിക്കനായി, ചോറായി, പിന്നെ എഗ്ഗായി. അതേപോലെ തന്നെ നിങ്ങൾക്ക് പനീർ കഴിക്കാം കേട്ടോ. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ പനീർ കഴിച്ചാൽ ഭയങ്കര ദോഷം വരും, അങ്ങനെയൊന്നുമില്ല കേട്ടോ. അപ്പോൾ എന്ന് വെച്ചാൽ അധികം ഓവറായിട്ട് ഫുഡ് കൊടുക്കാതെ ഈ ഒരു രാത്രിയിലത്തെ കാര്യം കേട്ടോ. അപ്പോൾ ഒത്തിരി ഓവർ സ്ട്രെയിൻ കൊടുക്കാതെ അത്രയും ഫുഡ് ഓവറായിട്ട് രാത്രി കൊടുക്കുമ്പോൾ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാവും രാത്രിയിൽ. പിന്നെ ഉറങ്ങാനൊക്കെ വലിയ പാടായിരിക്കും.
അപ്പോൾ കുറച്ച് ചോറ്, കുറച്ച് ചിക്കൻ, കുറച്ച് മുട്ട, അതൊക്കെ നല്ലോണം കഴിച്ചാൽ മതി. ഓക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കിടക്കാൻ പോകുന്ന സമയത്ത് ഉറങ്ങുന്നതിന് മുമ്പായിട്ട് ഒരു ഗ്ലാസ് പാല്. അപ്പൊ ഇത് നിങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് 2 മണിക്കൂർ മുമ്പ് ഞാൻ ഡിന്നറിന്റെ കാര്യം പറഞ്ഞു ടൈം. ഓക്കെ. അതുപോലെ തന്നെ കിടക്കാൻ നേരത്തെ ഒരു ഗ്ലാസ് പാല്, ഒരു 2-3 ബദാമും കൂടെ കഴിച്ചു, കുഴപ്പമില്ല. ഓക്കെ. വെള്ളം ഇഷ്ടം പോലെ കുടിക്കണം കേട്ടോ. ഈ ബദാം കുറച്ച് ചൂടൊക്കെ ഉള്ളതാണ്. ഈ വാൾനട്ട്, ബദാം മാത്രം കഴിച്ച് ഞാൻ എക്സാമ്പിളാണ് ബദാം പറഞ്ഞത് കേട്ടോ. ബദാം കഴിക്കാൻ, ഇവർക്ക് കഴിക്കാം, വാൾനട്ട് കഴിക്കാം. വാൾനട്ടൊക്കെ നല്ല ചൂട്, ബോഡിക്ക് നല്ല ചൂട് കൊടുക്കുന്ന സാധനമാണ്. അപ്പൊ അത് ശ്രദ്ധിക്കണം. വെള്ളം ഇഷ്ടം പോലെ കുടിക്കണം. വാൾനട്ട് കഴിക്കുന്ന ആൾക്കാർ വെള്ളം ഇഷ്ടം പോലെ കുടിക്കണം കേട്ടോ. അപ്പൊ രാത്രി ഒരു ഗ്ലാസ് പാല് അല്ലെങ്കിൽ പഴം, അപ്പൊ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാല് അല്ലെങ്കിൽ ഒരു 4 ബദാമിന്റെ ആൽമണ്ട് ഏതെങ്കിലും ഒക്കെ എടുത്താൽ മതി. ഓക്കെ. അപ്പൊ ഇത്രയാണ് ഗായ്സ് നമ്മുടെ ആ ഒരു 3000 കലോറീസ് വരുന്ന ഒരു ഡയറ്റ് പ്ലാൻ വരുന്നത്. അപ്പോ ഞാൻ ഓൾറെഡി ആദ്യം പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് ഒരു മെയിൻറ്റെയിൻ കലോറി ഉണ്ട്. ആ മെയിൻറ്റെയിൻ കലോറി ഇപ്പൊ 2300 കലോറി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 2900-3000 കലോറിയൊക്കെ എത്തണമെങ്കിൽ നിങ്ങൾ മെയിൻറ്റെയിൻ കലോറിയെക്കാട്ടിയും കൂടുതൽ കഴിച്ചെങ്കിൽ മാത്രമേ, അതിനെക്കാട്ടി ഒരു 500-400 കലോറി കൂടുതൽ കഴിച്ചെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ സാധിക്കൂ. അതൊരു തെളിയിക്കപ്പെട്ട ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ മെയിൻറ്റെയിൻ കലോറി കഴിച്ചതെന്ന് പറഞ്ഞാൽ എപ്പോഴും നിങ്ങൾ മെയിൻറ്റെയിൻ കലോറി കഴിച്ചാൽ ഒരു ഉപയോഗമില്ല. നിങ്ങൾ മെയിൻറ്റെയിൻ കലോറിയെക്കാട്ടി കൂട്ടി കഴിക്കണം. അപ്പോൾ പ്രോട്ടീൻ, ഞാൻ നേരത്തെ പറഞ്ഞ 50% കാർബ്സ്, 30% പ്രോട്ടീൻ ഫുഡ്, 20% ഫാറ്റ്. അതാകുമ്പോൾ നിങ്ങൾക്ക് ഒരു ലീൻ ബൾക്ക് ഉണ്ടാവും. അവിടെ ലീൻ ബൾക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് മസില് കൂടുതലും ഫാറ്റ് കുറഞ്ഞുമായിട്ടുള്ള ഒരു തടി വയ്ക്കും. അങ്ങനെ ഒരു തടി വയ്ക്കും. പിന്നെ അല്ല ഡേർട്ടി ബൾക്ക് ആണെങ്കിൽ നിങ്ങൾക്ക് ഫാറ്റ് കൂടുതലും മസിൽ കുറഞ്ഞുമായിട്ടുള്ള ഒരു ബൾക്കി ബോഡി ആയിരിക്കും അങ്ങനത്തെ വരുന്നത്. അപ്പോൾ പിന്നെ ഫാറ്റ് കുറയ്ക്കാനായിട്ട് നടക്കണം. അത് പാടായിരിക്കും. അപ്പൊ നിങ്ങൾ ഇപ്പോഴേ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരുവാണെങ്കിൽ ഒരു നല്ലൊരു ഹെൽത്തി ബോഡി നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓക്കെ. അപ്പൊ എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. എങ്ങനെയായാലും നിങ്ങൾക്ക് മന്ത്ലി ഒരു 3 to 4 kg, മാക്സിമം കൂടുതൽ അത് 3 to 4 kg മാത്രമേ, മാക്സിമം 5 kg വരെ ഒരു മാസം നമുക്ക് ചേഞ്ച് വരും. 5 kg ഒക്കെ റയർ ആണ് കേട്ടോ. അപ്പൊ 3 to 4 kg നിങ്ങൾക്ക് എന്തായാലും വെയിറ്റ് കൂടുതൽ 1 മന്തിൽ കേട്ടോ. അപ്പൊ എല്ലാവരും ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. വെയിറ്റ് ഗെയിൻ ചെയ്യും, നിങ്ങൾക്ക് ഉറപ്പാണ്. മെയിൻറ്റെയിൻ കലോറിയെക്കാട്ടി അപ്പ് ചെയ്തൊരു കലോറി കഴിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം കേട്ടോ. എങ്കിൽ മാത്രമേ അടുത്ത വീഡിയോസ് ഇടാനൊരു നമുക്ക് ഒരു എനർജി കിട്ടത്തുള്ളൂ. അപ്പൊ എല്ലാവരും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് അമർത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.